അതെ, അതായത് ചോദ്യം കേൾക്കാത്തതുകൊണ്ടൊന്നുകൂടി ആവർത്തിക്കുകയാണ്. മദീനയിലെ വളരെ പ്രസിദ്ധനായ ലോകമെമ്പാടും സലഫികൾക്ക് സ്വീകാര്യനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫ്ളഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഉപ്പയും അറിയപ്പെട്ടത് മുഹദ്ദിസാണ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫ്ളഹുല്ലാ. രണ്ടുപേരും വലിയ പണ്ഡിതന്മാരാണ്. ഈ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലയുടെ അടുക്കൽ നമ്മൾ ഇൽമ സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ സലഫിയത്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പേരും പറഞ്ഞു. ഈ യമനിനോട് ബന്ധം വെക്കുന്ന അങ്ങനെ അറിയപ്പെടുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവരുടെ പ്രശ്നം അത് തന്നെയാണ്. നേരത്തെ ഒരാൾ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, ഒരുപാട് വിഷയമൊന്നും സംസാരിക്കാൻ ഇല്ല. പക്ഷേ ഈ ചോദ്യം വളരെ കറക്റ്റാണ്. അവരുടെ ഒരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതായത് പണ്ഡിതന്മാരെ ഒരു ന്യായവും കാരണവും ഇല്ലാതെ അവരെ സലഫിയത്ത് നിന്ന് പുറത്താക്കുന്ന പരിപാടികൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാ അറിയപ്പെട്ട അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫി പണ്ഡിതനാണ്. സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്നതായ ഒരു കാര്യവും അദ്ദേഹത്തിന്റെ സംസാരത്തിലോ എഴുത്തിലോ എവിടെയുമില്ല. അല്ല, സലഫികൾ ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകൾ എത്രയാണെന്നുള്ളത് സലഫിയത്തിനെ അറിയുന്ന ആളുകൾക്കറിയാം. അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും എഴുത്തുകളിലൊക്കെയുള്ള സ്വാധീനവും ലോകമെമ്പാടും അദ്ദേഹത്തിലൂടെ പ്രചരിക്കുന്ന സലഫി ദഅവത്തൊക്കെ വളരെ അറിയപ്പെട്ട കാര്യമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തെറ്റായി പറഞ്ഞത് എന്താണത്? അദ്ദേഹം കുവൈത്തിലെ ഒരു സംഘടനയാണ് ഇഹ്യാ തുറാസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാം. ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ കാര്യമായ സംഭാവനകളും മറ്റുമൊക്കെ നൽകുന്ന പല മസ്ജിദുകൾ കാണുന്നുണ്ടാകും. അതിൻ്റെ ഇഷ്റാഫ് തഹ്ത ജമിഅത്ത് ഇഹ്യാ തുറാസ് എന്ന രൂപത്തിൽ എഴുതിയ ഫലകങ്ങൾ പലപ്പോഴും നമ്മൾ കാണും. അപ്പോൾ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് അവിടെ പോയി അവരുടെ പരിപാടി സംസാരിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹം തുറാസിയാണ്. ഈ സംഘടന പല ഉലമാക്കളും ഹിസ്ബിയായ സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തനത്തെ ഇന്ന് കുവൈത്ത് നിരോധിച്ചിട്ടുണ്ട്. കുവൈത്ത് ഇന്ന് അവരുടെ മുഴുവൻ പരിപാടികളും നിർത്തലാക്കിയിട്ടുണ്ട്. കാരണം അവർ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലെയുള്ള സുറൂറികൾ എന്ന് പറയുന്ന ഭരണാധികാരികൾക്ക് അത് പുറപ്പെടുന്ന ലഹളകൾ ഉണ്ടാക്കുന്ന അങ്ങനെ പല വിഷയങ്ങളും അവർക്കുണ്ട്. എന്നാൽ അവരുടെ സലഫിയത്ത് അനുസരിച്ച് പോകുന്ന ചില പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ളൊരു മിക്സ്ചറായിട്ടുള്ളൊരു ടീമായിരുന്നു അത്. അപ്പോൾ അവരുടെ അടുക്കൽ അദ്ദേഹം പോയി എന്നുള്ളതാണ് പ്രശ്നമായിട്ട് പറയുന്നത്. പണ്ഡിതന്മാർ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം കുവൈത്തിൽ ഒരു ദൗറ നടത്തിയപ്പോൾ അസ്സലഫിയത്തു ദഅവത്തു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ദൗറ നടത്തിയപ്പോൾ അവസാനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അദ്ദേഹം പറഞ്ഞു, അബ്ദുർ റസാഖ് അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ്. സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഒരു വിഷയം അദ്ദേഹത്തില്ല. അദ്ദേഹം ഇത്തരം സംഘടനയുടെ ഒരു വേദിയിൽ പോയി സംസാരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇജ്തിഹാദാണ്. അദ്ദേഹം ചില ഷർത്തുകളൊക്കെ വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. ഞാൻ ഇന്ന കാര്യങ്ങൾ പറയും, നിങ്ങൾ ഇന്നത് പറയാൻ പാടില്ല. അല്ലെ, ചില സംഘടനക്ക് അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ചില സംഘടനക്ക് എല്ലാം പോയി പറയാനും പറ്റൂല. ആ സംഘടന ഒരു കാര്യത്തെ എതിർക്കുകയാണെങ്കിൽ അവിടെ പോയി നമുക്കത് പറയാനും പറ്റൂല. അവർ പറയും ഇത് ഇങ്ങനത്തെ വിഷയം തുടരുത്. അല്ല, അദ്ദേഹം അതിൻ്റെതായ ഷർത്തുകൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് നിബന്ധനകളോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സംസാരിച്ചു. സുലൈമാൻ റുഹൈലി പറയുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം അത് ആളുകൾ ചിലപ്പോൾ ദൈവീ പറയുന്ന ആളുകൾ കൂടി ചിലപ്പോൾ അദ്ദേഹം ഇവരുടെ എല്ലാ പ്രവർത്തനത്തെയും അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടാനൊക്കെ സാധ്യത ഉണ്ടാകാം. അതുകൊണ്ട് ഒഴിവാക്കലാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ് അതിൻ്റെ പേരിൽ അയാളെ അക്കൂട്ടത്തിൽ ചേർക്കുകയും അയാൾ അതുപോലത്തെ ഇസ്ബിയാണ് ഇൽമെടുക്കാൻ പാടില്ല എന്ന് പറയുക ചെയ്യൽ പണ്ഡിതന്മാർ ഒരാളും പറയാത്ത കാര്യമാണ്. കാരണം അതിൻ്റെ ഒരാൾ അങ്ങനെ പോയി അവിടെ സംസാരിച്ചു എന്നതുകൊണ്ട് ഉടനെ തന്നെ അയാൾ അക്കൂട്ടത്തിലേക്ക് ചേർത്തി സലഫുകളുടെ ചില കൗലുകൾ അടർത്തിയെടുത്തുകൊണ്ട് അങ്ങനെ ചേർത്തുക എന്നുള്ളത് പണ്ഡിതന്മാർ ചെയ്യാത്ത കാര്യമാണ്. മാത്രമല്ല ഇവരുടെ ഈ ആരോപിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ തന്നെ അതിന് വൈരുദ്ധ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ആളുകൾ ഇവർ യമനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലെ ആളുകളുടെ വലിയൊരു പണ്ഡിതനായിട്ട് കാണുന്ന ആളാണ് യമനിലുള്ള ഷെയ്ഖ് യഹ്യ ബിൻ അലി അൽ ഹജൂരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അപ്പം അദ്ദേഹത്തോട് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് തന്നെ ചോദിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഷെയ്ഖ് വസീഉല്ലാ അബ്ബാസ് എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഹദീസ് വിജ്ഞാനത്തിൽ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ്. കേരളത്തിലൊക്കെ പല പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം മക്കയിലെ ഹറമിലെ മുഫ്തിയാണ്, മക്കയിൽ ദർസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം അഹ്ലെ ഹദീസുമ എന്ന് പറയുന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ സമ്മേളനങ്ങളിൽ പരിപാടികളിലൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്. ഇവിടെയും നമ്മുടെ നാട്ടിലുള്ള KNM-ൻ്റെ ഒക്കെ പല പരിപാടികളിൽ അദ്ദേഹം വന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, സംസാരിക്കാറുണ്ട്. അവർ അഹ്ലെ ഹദീസുമായിട്ട് ഒന്നുകൂടി അടുപ്പമുള്ള ആൾ കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ള വസീഉല്ലാ അബ്ബാസിനെ ക്ലാസ് കേൾക്കാൻ പറ്റുമോ? ഞാൻ നേരിട്ട് ഈ പറഞ്ഞ ഷെയ്ഖ് യഹ്യ അൽ ഹജൂരിയോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ ഉണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും കളവ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട. കാരണം ഇവർ ഏറ്റവും വലിയ ആൾക്കാരെ നീയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് കള്ളനാണ്, ഇന്നാൾ ജാഹിലാണെന്ന് നിരുപാധികം നിർലോഭം പറയുക എന്നുള്ളത് ഇവരുടെ സ്വഭാവമാണ്.
അഖ്ലാഖിന്റെ കാര്യത്തിൽ സലഫിയത്ത് തൊട്ട് തീണ്ടാറില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെ ഒക്കെ സ്വഭാവം നന്നാക്കി തെരുമാറാകട്ടെ. അപ്പോൾ ഈ ഷെയ്ഖിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഷെയ്ഖ് വസീഉൽ അബ്ബാസ് ഇങ്ങനെ അഹ്ലെ ഹദീസിന്റെ അടുത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് കേൾക്കാൻ പാടില്ല, അദ്ദേഹത്തിന് ദർശനം കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വേറെ ചിലർ ഷെയ്ഖ് അയ്യ എവിടെ സ്ഥലത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ വിഷയത്തിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചർച്ചയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഹ്ലെ ഹദീസിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നു എന്നുള്ള കാര്യത്താൽ അദ്ദേഹത്തെ ചിലർ എതിർക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും തന്നെ അദ്ദേഹം തഹദീർ ചെയ്യപ്പെടേണ്ട, താക്കീത് ചെയ്യപ്പെടേണ്ട ഒരു ഹിസ്ബിയാണ് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫായിദ എടുക്കാം, അദ്ദേഹം ഹറമിലൊക്കെ ദർശനമുണ്ട്, ഫായിദ എടുക്കാം, യാതൊരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഖായിദ എന്തുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല? അപ്പോൾ ഷെയ്ഖ് യഹിയ പറഞ്ഞ അബദ്ധാണോ? അബ്ദുൾ റസാഖ് അൽ ബദർ ചെയ്യുന്നത് പോലെയല്ല ഈ യഥാർത്ഥത്തിൽ വസീഉൽ അബ്ബാദ്. അബ്ദുൾ റസാഖ് വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ പോയിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടാവും. എപ്പോൾ ഒരിക്കൽ അങ്ങനെ പോയ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് ആഴ്ചക്കോ മാസത്തിലോ പോയി ദർശെടുക്കുന്ന ആളൊന്നുമല്ല. വസീഉൽ അബ്ബാസ് എല്ലാ വർഷവും എല്ലാ മാസത്തിലൊക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ വന്ന് വിസിറ്റ് ചെയ്യും, ഇവരുടെ സ്ഥാപനത്തിലൊക്കെ വിസിറ്റ് ചെയ്യും, പോകും, ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരാളുടെ അടുക്കൽ നിന്നും ഇൽമെടുക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ ബിദ്അത്ത് ആരോപിക്കപ്പെടേണ്ടതായ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം സലഫിയത്ത് നടന്ന സംസാരമാണ്, എഴുത്തുകളെല്ലാം സലഫിയത്തിനോട് യോജിക്കുന്ന കാര്യമാണ്, അല്ലേ? അത്രേ ഉള്ളൂ. അതല്ലാതെ ബിദ്അത്തിലേക്ക് ചേരുന്നതായ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഒരാൾ അത്തരം സംഘടനയിൽ പോയി അവരുടെ മസ്ലഹത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചു എന്നുള്ളത് കാരണത്താൽ അയാളൊരു മുബ്തദിയായിട്ട് പരിഗണിക്കുക, അതുകൊണ്ട് അയാൾ ക്ലാസ് എടുക്കാൻ പാടില്ല എന്നുള്ളത് ഷെയ്ഖ് യഹിയ പോലുള്ള പണ്ഡിതന്മാർ പോലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതിന് മാത്രമല്ല, ഇവരെ അംഗീകരിക്കുന്ന പുകഴ്ത്തുന്ന പല പണ്ഡിതന്മാരും, ഷെയ്ഖ് സലീം അൽ ഹിലാലി ഹഫ്ളഹുല്ലാ, അദ്ദേഹം അഹ്ലെ ഹദീസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്, പല പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്, പോകാറുണ്ട്. അദ്ദേഹത്തെ ഇവരെന്ത് ചെയ്യും, അംഗീകരിക്കും. അപ്പോൾ എന്ത് ന്യായത്തിലാണ് അബ്ദുൾ റസാഖ് അൽ ബദറിന് ഇത് പറയുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് ബാധകമല്ലേ എന്നാണ് ചോദ്യം. വൈരുദ്ധ്യമാണ്. അതിന് ഇവരുടെ ഇടയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വേറെയുമുണ്ട്. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അബു അമർ അൽ ഹജൂരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം സുഡാനിൽ ദഅവത്തിന് പോയപ്പോൾ അവിടെയുള്ള അൻസാർ സുന്നയുമായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില അവരുമായിട്ട് നല്ല രീതിയിൽ അവരുടെ പള്ളിയിൽ പോവുകയും നല്ല നിലക്ക് സംസാരിച്ചിട്ട്. അപ്പോൾ അവിടെയുള്ള ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള വേറൊരു ആള്, ഇക്രീമ എന്തോ അബു ഇക്രീമ വലീദ് എന്നൊക്കെ പറയുന്ന അബു ഇക്രീമ അൽ വലീദ് അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ആൾ അദ്ദേഹത്തെ വളരെ ശക്തമായി എതിർക്കുകയും ഇവിടെ പറയുന്നത് പോലെ എതിർക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് വലിയ തർക്കമായി. അപ്പോൾ ഈ വിഷയം ഷെയ്ഖ് യഹിയ അൽ ഹജൂരി ഹഫ്ളഹുല്ലാഹ് അടുക്കലേക്ക് എത്തുകയും അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യേണ്ടതില്ല, രണ്ടു കൂട്ടരെ അങ്ങോട്ട് ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ചെയ്തത്. അല്ലാതെ മറ്റേ ആൾ വലാലത്തിന്റെ പണ്ഡിതനാണ്, തബ്ദിയാണ് പറഞ്ഞിട്ടില്ല. ഇതേപോലത്തെ ഒരു ഷെയ്ഖ് യഹിയയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എഴുതി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ സാജിദ് ബിൻ ഷരീഫ് അദ്ദേഹം ചോദിച്ചത് എഴുത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ അഹ്ലെ ഹദീസിലൊക്കെ പഴയകാല പണ്ഡിതന്മാരുടെ ബാക്കി പത്രങ്ങളായ ദഹ്ലവിമാരുണ്ടായിരുന്നു പണ്ട്, അതുപോലെ മുബാറക് ഫൂരി, അതൊക്കെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരക്കുട്ടികളും മറ്റുമൊക്കെ ആയിട്ടുള്ള ചില പണ്ഡിതന്മാർ ഇന്ത്യയിലുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അഹ്ലെ ഹദീസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവരാണ്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് അവർ സെൽഫികളായിട്ട് അറിയപ്പെട്ട, അവർ വിദ്യാർത്ഥികളൊന്നും അറിയപ്പെട്ട ആൾക്കാരല്ല. അപ്പോൾ അവരുടെ അടുക്കലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം കയ്യെഴുത്തുകൊണ്ട് എഴുതിയതാണ്, ഷെയ്ഖ് യഹിയുടെ കയ്യെഴുത്തുകൊണ്ട് എഴുതിയ പ്രത്യേകം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അവരുടെ സ്ഥാപനങ്ങളിലൊന്നും പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതില്ല, അവരുടെ അടുത്ത് പേഴ്സണലായിട്ട് കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്ത് എന്ത് ചെയ്യാം, അവരുടെ നിന്ന് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വൈരുദ്ധ്യമാണ്. പലപ്പോഴും ഇന്ന് ഈ യമൻ ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അറിയാതെ, യഥാർത്ഥത്തിൽ അവരുടെ പണ്ഡിതന്മാരുടെ തന്നെ ഈ വിഷയത്തിലെ നിലപാടുകൾ പൂർണ്ണമായി അറിയാതെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഒരു പേരിൽ മാത്രം എന്ത് ചെയ്യുക, തബ്ദിയ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ പള്ളി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നേരിട്ടുള്ള അനുഭവമാണ്. ഇപ്പോൾ അവരുടെ കൂട്ടത്തിലെ മറ്റൊരു പണ്ഡിതൻ ഹുസൈൻ അൽ ഹത്തീബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഷെയ്ഖ് യഹിയുടെ ഒക്കെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം ബോംബെയിൽ വന്ന സമയത്ത് ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കാണാൻ പറ്റിയിരുന്നു. ഇതിലൂടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വന്ന് ഡെയിലി ക്ലാസ് എടുത്തിരുന്നത് അഹ്ലെ ഹദീസിന്റെ ഒരു മസ്ജിദിലാണ്. അപ്പം അഹ്ലെ ഹദീസിന്റെ മസ്ജിദിൽ ക്ലാസ് എടുത്തു എന്ന് മാത്രമല്ല, അഹ്ലെ ഹദീസുകാരനായ ഖത്തീബാണ് ആ അറബിയിലുള്ള ദർസ് ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്തിരുന്നത്. ഇവരുടെ പദപ്രകാരം വിദ്യാർത്ഥികാരുടെ പള്ളി, ഹിസ്ബികളുടെ പള്ളിയിലേക്ക് പോയി. ഞാൻ പോയപ്പോൾ മംഗലാപുരത്ത് അഹ്ലെ ഹദീസിന്റെ ഒരു പൊതുപരിപാടിയിൽ തൗഹീദ് മലയാളത്തിൽ പ്രസംഗിച്ച് പോന്നു എന്നുള്ളതാണ്. ഇത് അവിടെ ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ അത്രയും തൊട്ടടുത്ത് അഹ്ലെ ഹദീസിന്റെ പള്ളിയിൽ ക്ലാസ് എടുക്കുകയും അഹ്ലെ ഹദീസിന്റെ പണ്ഡിതൻ ഒരു ഖത്തീബ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെയുള്ള അഹ്ലെ ഹദീസിന്റെ ചില പണ്ഡിതന്മാരുടെ വീട്ടിലേക്ക് അദ്ദേഹത്തോടൊപ്പം നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. ഇവരുടെ പ്രകാരം ഇതൊക്കെ ഹിസ്ബികളോട് ഇരിക്കലും വിദ്യാർത്ഥികളോട് ഇരിക്കലും ഒരാൾ ദലാലത്തിലാണെന്ന് ആക്ഷേപിക്കലും ഒക്കെ സലഫുകളുടെ അസറുകളൊക്കെ ഉദ്ധരിച്ച് ചെയ്യും. ഇത് ഇവരുടെ ഇത്തരം പ്രവർത്തികളോട് നമുക്ക് സാദൃശ്യം തോന്നുന്നത് ഖവാരിജുകളുടെ പ്രവൃത്തികളോടാണ്. ഖവാരിജുകൾ ആയത്തും ഹദീസൊക്കെ കൊണ്ടുവരും, പക്ഷേ അതിന് മുറാദിലായിരിക്കില്ല കൊണ്ടുവരിക. അതേപോലെ തന്നെയാണ് ഇവരുടെ പല പ്രവർത്തനങ്ങളും. ഇത് സലഫുകളുടെ ചില അസറുകളൊക്കെ കൊണ്ടുവരും, പക്ഷെ അത് വെക്കേണ്ടടുത്തായിരിക്കുമല്ലോ വെക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അല്ലെ ഹദീസിന്റെ പരിപാടിയിൽ ഒരാൾ വന്നു എന്നതുകൊണ്ട് ആ ആലിമിനെ ഏത് പണ്ഡിതനാണ് അതിന്റെ പേരിൽ മാത്രം ദലാലത്തിലാണ്, അല്ലെങ്കിൽ അയാൾ വിദഅത്തുകാരനാണ്, ഹിസ്ബിയാണ്, അയാളൊരു ദർസും കേൾക്കരുത്
എന്ന് ഏത് ആലിമാണ് പറഞ്ഞിട്ടുള്ളത്? അല്ല, ഇവർ തന്നെ അംഗീകരിക്കുന്ന ഷെയ്ഖ് യഹിയുടെ ഒക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ സഹിതം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തെളിവില്ലാത്ത, അതായത് നമുക്കൊരു രേഖ സമർപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് രേഖ കൊടുത്തിട്ടില്ലെങ്കിൽ കള്ളനാന്നൊക്കെ പറഞ്ഞാൾ. അപ്പം അതിന് യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൃത്യമായ റെക്കോർഡിംഗ് ഉള്ളതും കൈയെഴുത്ത് കൃത്യമായി ഫോട്ടോ എടുത്ത് വെച്ചതുമായ രേഖകൾ ഉള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു തീരുമാനം പറയും, ഈ ഷെയ്ഖ് യഹിയ ഈ പറഞ്ഞത് അബദ്ധമാണോ? ഷെയ്ഖ് യഹിയ മൻഹജിൻ്റെ പുറത്തു പോയോ? അബ്ദുൾ റസാഖ് അൽ ബദറിന് കൊടുത്ത താക്കീത് ഷെയ്ഖ് യഹിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഇല്ലേ? അതല്ല, ഷെയ്ഖ് യഹി നമ്മളെ ഇമാമാണ്, ഷെയ്ഖ് യഹിക്ക് തെറ്റ് പറ്റൂല, ഷെയ്ഖ് യഹി പറയുന്നതൊക്കെ എല്ലാം സ്വീകരിക്കണം, പിന്നെ അബദ്ധമാണെങ്കിൽ പോലും ഒന്നും എതിർക്കാൻ പാടില്ല, അബ്ദുൾ റസാഖ് അൽ ബദറിനൊന്നും നമുക്ക് പറ്റൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരുടെ ഇറച്ചി തിന്നുന്നത് ഒരു പേടിയുമില്ലാതെയാണ് ചെയ്യുന്നത്. എത്രമാത്രം ഖിദ്മത്ത് ചെയ്യുന്ന നല്ലൊരു തഖ്വയുള്ള ഒരു ആലിമാണ്. ഞാൻ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ദർസിലിരുന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാഹ് ആരാണ്. അത്തരം പണ്ഡിതന്മാരിൽ തേനിൽ വിഷം പുരട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അതായത് ബാഹ്യമായിട്ട് നല്ലതൊക്കെ തോന്നും, പക്ഷെ ഉള്ളിൽ വിഷമാണ്. പുറമേക്ക് തേനിൻ്റെ രുചി കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവേണ്ടതില്ല, ഉള്ളിൽ വിഷമാണ് എന്ന് ഇവരുടെ കൂട്ടത്തിലെ ചില പണ്ഡിതന്മാരെന്ന് ഇവർ പറയുന്ന ആളുകൾ പറയാം. അതൊരിക്കലും ശരിയല്ല, ഉലമാക്കളുടെ രീതിയല്ല. ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു ശരിയാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഇഖ്വാനികളുണ്ടായ വാദങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭരണാധികാരികൾ പുറപ്പെടുന്ന സംസാരങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിനൊരു വകുപ്പുണ്ട്. അങ്ങനെ ഒന്നുമില്ലാത്ത 100ക്ക് 100 നമുക്ക് സലഫിയത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഷെയ്ഖിനെ ഇവരിങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിൽ പോയാൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ അറിവ് പഠിച്ചു തുടങ്ങുന്ന താലിബ് ഇൽമുകളായ നമ്മളെക്കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്നതും ജാഹിലാണ് അതാണ് ഇതാണെന്ന് പറയും. നമുക്ക് വലിയ അത്ഭുതം അതുകൊണ്ട് തോന്നുന്നില്ല. കാരണം ഇത്ര വലിയ പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട ഖദർ ഇവർ കൊടുക്കാതെ അവരെ ആക്ഷേപിക്കുകയാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് മലയാളികൾക്കൊക്കെ അധികം സുപരിചിതമായിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക. കാരണം ഇവരുമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അദ്ദേഹം ഒന്ന് പുകഴ്ത്തിയാൽ മതി. പിന്നെ കാരണം അതാണ്, ഇപ്പോൾ ഇവരെ ഷെയ്ഖ് യഹിയുമായിട്ട് എതിർത്ത് നിൽക്കുന്ന ആളാണ് മദീനയിൽ ഈ അടുത്ത് മരിച്ചുപോയ ഷെയ്ഖ് ഉബൈദുൽ ജാബിരി റഹിമഹുല്ലാഹ്. വലിയ ആലിമാണ് അദ്ദേഹം. ഇവർ തന്നെ ഒരു കാലത്ത് വളരെ പുകഴ്ത്തി പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹം ഇവരുമായിട്ട് ചില ചെറിയ വിഷയങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നീട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് ഉബൈദുൽ ജാബിരി ആലിമാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞതിൻ്റെ പേരിൽ അത് സുലൈമാൻ റുഹൈലിക്കെതിരെയുള്ള ചാർജ് ഷീറ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽമെടുക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ദർസ് എടുക്കാം. അങ്ങനെ ഇവരൊക്കെ മക്കത്ത് മദീനത്തൊക്കെ പോയി എത്രയോ ഉലമാക്കൾ ഹറമിലൊക്കെ ദർസ് നടക്കുന്നുണ്ടാവും, അതിലൊന്നും ഇരിക്കൂല, അതിലാരെങ്കിലും ഇരുന്നാൽ അത് പ്രശ്നമാണ്. അപ്പം ആ നിലക്ക് ഇവരുടെ ഷെയ്ഖ്, ഇവരുടെ മർക്കസിലെ ഷെയ്ഖ്, ആ ഷെയ്ഖുമായിട്ട് ബന്ധപ്പെട്ട ആൾ, ആ ഷെയ്ഖ് തസ്കിയ എടുത്ത കുറച്ച് ആൾക്കാർ ഇവരുടെ അടുത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതല്ലാത്ത സലഫി ആലിമ്യങ്ങളെടുത്ത് ആ ആലിമ്യങ്ങളെ അംഗീകരിക്കുന്ന അവരുടെ ക്ലാസ്സിൽ കേൾക്കുന്ന തുല്ലാബുകളൊക്കെ സലഫിയത്തിൻ്റെ പുറത്താണ്, ഹിസ്ബികളാണ്. എത്രത്തോളം അവർ വഴികേടിൻ്റെ 72 കക്ഷികളിൽ പെട്ടതാണെന്ന് പറയാൻ പോലും യാതൊരു മടിയുമില്ലാതെ പേടിയില്ലാതെ പറയാം. ഇതൊക്കെ ഒരു ആവേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി ശരിക്ക് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സലഫിയത്ത് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ എതിരാളികൾക്കെതിരെയുള്ള ഒരു എന്തെങ്കിലും ഒരു അളവ് പോലോ ഒന്നുമല്ല, നമുക്ക് നേരെ തിരിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ? അള്ളാഹിൻ്റെ മുമ്പിൽ നാളെ എനിക്കിത് കൃത്യമായ മറുപടി ഉണ്ടാകുമോ? നമ്മുടെ ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ കുറേ ആവേശത്തിൽ അങ്ങനെ പറഞ്ഞ് ഹിസ്ബിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ, ഞാൻ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര 100ക്ക് 100 ഇല്ല തമയ്യൂസുള്ള സലഫിയായി പരിഗണിക്കപ്പെടും. ഞങ്ങൾ കുറച്ച് മിണ്ടാണ്ടൊക്കെ നിന്നാൽ നിൻ്റെ സലഫിയത്ത് പോരാ. അതിൻ്റെ പേരിൽ ഇവരുടെ ഇടയിൽ തന്നെ അടുത്ത് പ്രശ്നം ഉണ്ടാവും. ഇവരുടെ ഇടയിൽ തന്നെ ചില ആൾക്കാർ കുറച്ച് മിണ്ടിയിട്ടില്ലെങ്കിൽ അവനെ നോട്ട് ചെയ്യും. ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റൊന്ന് കുറ്റം പറയുന്നില്ല. കുറ്റം പറഞ്ഞാൽ ഒന്ന് ഉഷാറാവുള്ളൂ. ഇപ്പോൾ കുറ്റം പറയുന്നവനാണ് കുറച്ച് ദർജ കൂടും. ആരെയാണ് കുറ്റം പറയുന്നത്? വിദേഹത്തുകാരനെയോ അല്ലെങ്കിൽ ഇത്തരം ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആൾക്കാരല്ല, ഈ സലഫികളായ ആൾക്കാരെ തന്നെ കുറ്റം പറയണം. അപ്പോഴാണ് അവൻ്റെ ദർജ കൂടുള്ളൂ. അപ്പോൾ നല്ല തമയ്യൂസുള്ള ആളായി. അപ്പോൾ അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത പോലെ ഇവർക്ക് തോന്നുകയാണ്. എവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഉഷാറായിട്ട് എല്ലാവരെയും തകർത്തു. അതിന് അങ്ങനെ വിഷയമാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡിൽ, തലശ്ശേരി അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ബസ് സ്റ്റാൻഡിൽ, ഇത് പല സ്ഥലത്തും ഇവർക്ക് പോയി ചെയ്യുന്നുണ്ട്. ആണോ പോയി പറയേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾ ഷെയ്ഖ് മുഖ്ബിർ റഹിമുള്ള യമനിൽ വന്ന് നടത്തിയ ദഅവത്തിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കുക. എങ്ങനെയാണ് അദ്ദേഹം അവിടെ ഷിയാക്കൾ അധികമായി ഉണ്ടായിരുന്ന ആളുകൾ ഷെയ്ഖ് എങ്ങനെയാണ് ആരംഭിച്ചത്? ഒരു നാട്ടിലൊരു ദഅവത്ത് നടത്തുമ്പോൾ എങ്ങനെ ഹിക്മത്തുണ്ട്? എല്ലാം വെട്ടി ഇങ്ങനെ പബ്ലിക് പരിപാടിയിലെല്ലാം തുറന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരെയും പറയുക എന്ന് പറയുന്നത് ഇത്ര വലിയ അബദ്ധമാണ്. അത് ഒന്ന് ഇൽമിൻ്റെ കാര്യം ഞാൻ ആരെയും പറയുന്നില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഹിക്മത്ത് തീരെ ഇല്ല എന്നുള്ള ഒരു പ്രവർത്തിക്കൽ വളരെ പ്രകടമായ കാര്യമാണ്. എങ്ങനെ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, എന്ത് കാര്യം എവിടെ പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരെ ധാരണയില്ല. ഉലമാക്കളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇത് പറയുമ്പോൾ രണ്ടിലൊന്നാണ് അതിൽ വിരൽ ചൂണ്ടുന്നത്. ഒന്നുകിൽ ഇവർ പറയുന്ന കളവാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഉലമാക്കളും ഇവരുടെ നിലവാരമേ ഉള്ളൂ എന്ന് കരുതേണ്ടി വരും. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നത്.